പൃഥ്വിരാജിന്റെ ഖലീഫ പാർട്ട് 1 അവസാനം എസ്പെഷ്യലി ആ ടൈലന്റ് സീൽ എന്താണ് സംഭവിച്ചത്, അതിനകത്തെ ഹിഡൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതുപോലെ പാർട്ട് 2 ലെഗസിയിൽ വരാനിരിക്കുന്ന കഥ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമേ പറയാം, വീഡിയോയുടെ തംബ്നെയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒഫീഷ്യൽ ടീം പുറത്തുവിട്ട ഖലീഫ പാർട്ട് 2 ലെഗസിയുടെ പോസ്റ്ററാണ്. സിനിമയുടെ ടൈലന്റിൽ വരുന്നൊരു സീനാണത്. രാവിലെ FDFS ഒക്കെ കാണാൻ പോകുന്ന സമയത്താണെങ്കിൽ അതൊരു സ്പോയിലറാണ്. പക്ഷേ ഇപ്പോൾ വൈകിട്ട് ഒരു ഇവന്റ് നടത്തി, റിലീസ് ഡേ ആണെന്ന് വൈകിട്ട് ഒരു ഇവന്റ് നടത്തി. ഒഫീഷ്യൽ ടീം തന്നെ ആ പോസ്റ്റർ പുറത്തുവിട്ടതോടുകൂടി അത് സ്പോയിലർ അല്ല. ഒഫീഷ്യൽ ടീം നമ്മുടെ അടുത്തോട്ടൊരു സാധനം പുറത്തിറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ സ്പോയിലർ അല്ല, നമ്മൾ അറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ ഹോപ്പ് ദാറ്റ് ക്ലിയേഴ്സ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഖലീഫയുടെ ക്ലൈമാക്സിൽ നെയ്ലിദിൻ മുകേഷിന്റെ വില്ലൻ ക്യാരക്ടറായിട്ടുള്ള ഹാരിസ് ബഷീറിനെ പൃഥ്വിരാജ് നായകനായിട്ടുള്ള അമീർ അലി കൊല്ലുന്നുണ്ട്. സോ ഹാരിസ് ബഷീർ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. റീസെന്റ് വന്ന മോളിവുഡ് ടൈംസിൽ വിനീത് ശ്രീനിവാസൻ ചെയ്ത വില്ലൻ ക്യാരക്ടറിന്റെ പേരും അത് തന്നെയായിരുന്നു. രണ്ടും സെയിം നെയിം വന്നത് ഒരു കോയിൻസിഡൻസ് ആയിപ്പോയി. അപ്പോൾ അതിനുശേഷം സിനിമയിലെ മറ്റ് രണ്ട് വില്ലന്മാരായിട്ടുള്ള ഷമ്മി തിലകന്റെ രാഘവൻ, അതുപോലെ രാഘവന്റെ മകനായിട്ട് ശിവജിത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാരക്ടറുള്ള വിനായകൻ, ഇവരെ രണ്ടുപേരെയും പൃഥ്വിരാജ് കൊല്ലുന്നില്ല. നമുക്കറിയാം വിനായകന് ഓൾറെഡി ബോഡി മൊത്തം ബേൺ ചെയ്ത് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ കൊല്ലാതെ വിടുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് സിനിമയെല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ടൈലന്റിന്റെ കടന്നുവരവ്. അമീർ അലിക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അതിന്റെ ഫോൺ കോൾ ലീഡ് ചെയ്യുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്കാണ്. സിനിമയുടെ തുടക്കം മുതലേ പലയിടത്തും മെൻഷൻ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് അമീർ അലി. നായകനായ അമീർ അലിയുടെ മുത്തശ്ശനായിട്ടുള്ള മാമ്പ്രക്കൽ അഹമ്മദ് അലി. ഇത് മോഹൻലാലാണ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വർഷം തന്നെ വന്ന റിപ്പോർട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വർഷങ്ങളായിട്ട് സോളിറ്ററി കൺഫൈൻമെന്റ്, അതായത് ഏകാന്തത തടവറയിലാണ്. അത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. നേപ്പാളിന്റെ തലസ്ഥാനമുള്ള കാഠ്മണ്ഡുവിലെ ഒരു ജയിലിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട്. അവിടെ ഈ ഒരു മാമ്പ്രക്കൽ അഹമ്മദ് അലി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 2002 അറസ്റ്റ് ചെയ്ത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പുറത്തു വിടുകയാണ്. ആ ന്യൂസ് അറിഞ്ഞാണ് ഇപ്പോൾ തന്നെ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് അമീർ അലി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ പ്രിസൺ റിലീസ് ഓർഡർ കാണാം. അവിടനകത്ത് നോക്കുമ്പോൾ മാമ്പ്രക്കൽ സയ്യിദ് കുഞ്ഞി അഹമ്മദ് അലി എന്നുള്ള ഫുൾ നെയിം കാണാം. അതുപോലെ തന്നെ CCPR 1974 എന്ന നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ആ ഒരു തടവറയിലെ യൂണിഫോമിന്റെ ഇതിലും നമ്പർ കാണുന്നുണ്ട് 1974. ഇത് ജയിൽ പുള്ളികൾ കൊടുക്കുന്ന നമ്പറിംഗ് ആണെങ്കിലും 1974 എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ഹോൾ കഥയുമായും ഇടയ്ക്ക് വരുന്ന കൊഫേപ്പോസ് ആക്ട് ആയിക്കോട്ടെ, ഒരു ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വർഷമാണ്. സിനിമയിൽ ഇന്ദ്രൻസിന്റെ ക്യാരക്ടറായി ഹംസ പറയുന്ന ഡയലോഗാണ്, മിസസ് ഗാന്ധിയെ പോലും വെള്ളം കുടിപ്പിച്ച ആളാണ് അഹമ്മദ് അലി എന്ന്. മിസസ് ഗാന്ധി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി പഴയ പ്രൈം മിനിസ്റ്ററായി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി 1974 കാലഘട്ടത്തിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതിനുശേഷം 1975 അടിയന്തരാവസ്ഥ കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിലെ കഥയുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉള്ള ഒരു പ്ലോട്ടാണ് ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ കൊഫേപ്പോസ് ആക്ട് പറഞ്ഞിരുന്നു. ഇതൊക്കെ സെക്കൻഡ് പാർട്ടിൽ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഈ 1974 എന്ന വർഷം നോക്കുകയാണെങ്കിൽ JP മൂവ്മെന്റ് ബീഹാറിൽ മേജർ മൊമെന്റം വന്നു. ജയപ്രകാശ് നാരായണ അന്നത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ആ ഒരു മൂവ്മെന്റ് ഫിഗർ ആയത് 1974 അതുപോലെ ഓൾ ഇന്ത്യ റെയിൽവേ സ്ട്രൈക്ക് നടന്ന 1974 അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ ട്രസ്റ്റ് പൊക്രാനിൽ നടന്നത് 1974 മെയ് 18. സോ ഈ ഓപ്പറേഷനാണ് സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ന്യൂക്ലിയർ പവർ ഹൗസ് ആയിട്ട് മാറുന്നത് ഇതിലൂടെയാണ്. അങ്ങനെ 1974 ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇയർ ആണ്. അതിനുശേഷം 1975 അടിയന്തരാവസ്ഥ വരുന്നത്. ഇതെല്ലാം വരാനിരിക്കുന്ന സെക്കൻഡ് പാർട്ടിലോട്ട് കണക്ട് ചെയ്യുന്ന എലമെന്റുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ജസ്റ്റ് ഒരു പ്രിസൺ നമ്പർ, അതും ജസ്റ്റ് ഒരു ഡോക്യുമെന്റ് മാത്രം കാണിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ആ ഒരു ജയിലിലെ യൂണിഫോമിന്റെ പുറകിൽ വ്യക്തമായിട്ട് എഴുതി 2-3 വട്ടം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ലോകത്ത്. അപ്പോൾ ഫ്ലാഷ് ബാക്ക് സീക്വൻസുകൾ അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കഥയായിരിക്കും പാർട്ട് 2 ആയ ലെഗസിയിൽ വരാൻ പോകുന്നത്. അങ്ങനെ ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം മാമ്പ്രക്കൽ അഹമ്മദ് അലി ജയിൽ മോചനാവുകയാണ്. അപ്പോൾ നമുക്കറിയാം സോളിറ്ററി കൺഫൈൻമെന്റ് സെൽ 17B എന്ന് പറഞ്ഞ സെല്ലാണ് കിടക്കുന്നത്. അപ്പോൾ ആ സെല്ലിനകത്തുള്ള ലുക്ക് കിട്ടുന്നതിന് ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്രയും വലിയൊരു പ്രതി അവർ തന്നെ പറയുന്നുണ്ട് കാറ്റഗറി A പ്രിസണറാണ്. അപ്പോൾ ഒരു സർക്കംസ്റ്റാൻസിൽ കാറ്റഗറി A പ്രിസണറെ പുറത്തേക്ക് ഇറക്കുമ്പോൾ, അതിപ്പം ഇത് ഇവിടെ നിന്ന് പുറത്തിറക്കി ജയിലിൽ നിന്ന് വിടാനാണെങ്കിൽ പോലും പുറത്തിറക്കുമ്പോൾ പ്രൊസീജിയറായിട്ട് കയ്യിൽ ചങ്ങലകൾ വെക്കണം, അതും ചെയിൻസ് ഉള്ള ചങ്ങല. അപ്പോൾ ആ ഒരു ചങ്ങല ആക്ച്വലി ചാൾസ് ശോഭരാജിന് വെച്ചിട്ടുണ്ട്. ചാൾസ് ശോഭരാജിനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഓൾറെഡി ഈ റിയൽ ലൈഫിലുള്ള ഇതിൽ ക്രൈം ലോകത്തുള്ള ഒരുപാട് പേരെ പറ്റി പറയുന്നുണ്ട്. ഹാജി മസ്താനെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ സിനിമയിൽ നേരത്തെ പറയുന്നുണ്ട്, ഹംസയുടെ ക്യാരക്ടർ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചാൾസ് ശോഭരാജ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇപ്പം ഈ മാമ്പ്രക്കൽ അഹമ്മദ് അലി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആളെ പുറത്തേക്ക് വിടുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ ക്യാരക്ടറിന്റെ പ്രോപ്പർ ഫേസും ലുക്കും കാണുന്നത്. അപ്പോൾ ടോട്ടലി ഇത്രയും പ്രായമാണ്. നമുക്കറിയാം ഓൾറെഡി അമീർ അലിക്ക് തന്നെ ഒരു കുട്ടിയുണ്ട്. അപ്പം പുള്ളിയുടെ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ നല്ല പ്രായമാണ്. അപ്പോൾ ഫുൾ നരയൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഏട്ടനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇതിന്റെ ക്ലോസ് ആയിട്ടുള്ളത് വില്ലനിലെ ലുക്കായിരുന്നു മൊത്തം നര. പക്ഷെ അതിനകത്ത് പോലും കുറച്ചുകൂടെ ഒരു ബ്ലാക്ക് ഹെയർസ്, സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രോപ്പർലി ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് കാണാൻ സാധിക്കുന്നത്.
എന്നാൽ മാമ്പ്രക്കൽ അഹമ്മദ് അലിയുടെ ഫേസ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ 1924 പോലെ മറ്റൊരു ഹിഡൻ ഡീറ്റെയിലും ഉണ്ട്. അത് പുള്ളി ഉണ്ടാക്കി കുടിക്കുന്ന ചായയാണ്. ചായയിൽ എന്ത് ഹിഡൻ ഡീറ്റെയിൽ എന്ന് ചോദിക്കുവാണെങ്കിൽ യെല്ലോ ഗോൾഡ് ടീ ബഡ്സ് എന്ന് പറഞ്ഞൊരു ക്യാനിൽ നിന്നുമാണ് പുള്ളി ചായപ്പൊടി ഇടുന്നത്. നമ്മൾ നേരത്തെ സിനിമയിൽ ഒരു പോയിന്റിലും ഇതേ ചായപ്പൊടിയുടെ ക്യാൻ കണ്ടിട്ടുണ്ട്. അത് രഞ്ജി പണിക്കർ, അതായത് ഈ മാമ്പ്രക്കൽ അഹമ്മദ് അലിയുടെ മോനായിട്ടുള്ള യൂനുസ് അലി മരിക്കാൻ പോകുന്നതിന്, ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അവിടെ കാണുന്ന ഒരു ക്യാനാണിത്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് തോക്കിരിക്കുന്നത്. വെച്ചാണ് വെടിവെച്ച് മരിക്കാൻ നോക്കിയത്. പക്ഷെ അപ്പോഴത്തേക്കും അമീർ അലി വന്നിട്ട് പുള്ളി മരിക്കാൻ വിടുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ക്യാനും ആ തോക്കും ബുള്ളറ്റും എല്ലാം ഓൺ ചെയ്യുന്നത് ആക്ച്വലി മാമ്പ്രക്കൽ അഹമ്മദ് അലിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കി മനസ്സിലായി, യെല്ലോ ഗോൾഡ് ടീ ബഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആണ്. എക്സ്ട്രീംലി റെയർ ആൻഡ് ലക്ഷൂറിയസ് ആണിത്. ഒരു കാലത്ത് ചൈനയുടെ രാജാക്കന്മാർക്ക് മാത്രമായിരുന്നു ഈ ഒരു ചായപ്പൊടി വെച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ലക്ഷറി ബ്രാൻഡ്സ് ഒക്കെ ഇത് വളരെ ടൈനി ബഡ്സ്, വളരെ കുറച്ച് മാത്രമാണ് ഇത് പുറത്തു വിടുന്നത്. അത്രത്തോളം ലക്ഷൂറിയസ് ആണ്, അത്രയും വില വരുന്നതാണ്. അത് അത്രത്തോളം രീതിയിലാണ് ഉണ്ടാക്കി എടുത്ത് വിൽക്കുന്നത്. 24 ക്യാരറ്റ് ഗോൾഡും ഇതിനകത്തുണ്ട്. ഗോൾഡ് ഫ്ലേക്സും കോട്ട് ചെയ്താണ് ഈ ഒരു ചായപ്പൊടി വരുന്നത്. അത്രത്തോളം പൈസ ചിലവുള്ളൊരു സാധനമാണ്. സോ അതാണ് ജയിലിൽ കൺഫൈൻമെന്റ് സെല്ലിൽ ഇരുന്നിട്ട് പുള്ളി കഴിക്കുന്നത്. അപ്പോൾ നേരത്തെ വീട്ടിൽ കണ്ടതും വെച്ചിട്ട് പണ്ട് മുതലേ ഈ ഒരു ബ്രാൻഡിലെ ചായ ആയിരിക്കാം മാമ്പ്രക്കൽ അഹമ്മദ് അലി കുടിക്കുന്നതെന്നും അത്രത്തോളം വലിയ റിച്ച് ആയിട്ടുള്ള ലക്ഷറീസ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ള ഡീറ്റെയിലിങ് വളരെ ചെറിയൊരു ചായപ്പൊടിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ മാമ്പ്രക്കൽ അഹമ്മദ് അലി പുറത്തിറങ്ങുന്നു. അപ്പോൾ പുള്ളിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം വരുന്നുണ്ട്. ആ ടീം പുള്ളിയുടെ സ്വന്തം ആൾക്കാർ. അതിൽ ഹെഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സൗബിൻ ഷാറിനെയാണ്. സോ നമുക്ക് കഴിഞ്ഞ ഓണത്തിന് ലോകയിൽ അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടിയൊരു കെമിയായിരുന്നു സൗബിൻ്റേത്. നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടില്ല, ആ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തു. അത് ചാനലിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് വ്യൂ കിട്ടിയ വീഡിയോസ് എന്നായിട്ട് മാറി. ഇപ്പോൾ വീണ്ടും ഈ ഓണത്തിന് ഒരു അൺഎക്സ്പെക്റ്റഡ് കെമിയായിട്ട് സൗബിൻ വന്നിരിക്കുകയാണ്. ഇതിൽ മോഹൻലാൽ ഉണ്ട്, ടൊവിനോ ഉണ്ടെന്ന് വരെയൊക്കെ ഓൾറെഡി പലർക്കും അറിയാമായിരുന്നു. പക്ഷേ സൗബിൻ ഉണ്ടെന്നുള്ളത് ഈ 2 പടങ്ങളിലും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. സോ സൗബിൻ മോഹൻലാലിൻ്റെ ക്യാരക്ടറായ അഹമ്മദ് അലിയുടെ അത്രത്തോളം വലിയ വിശ്വസ്തനാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് സൗബിനിലൂടെയാണ് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ അമീർ അലി തൻ്റെ കൊച്ചുമകൻ അവിടെ വന്നിട്ടുണ്ടെന്ന്. സോ തൻ്റെ കൊച്ചുമകനെ കണ്ടൊരു സന്തോഷം, ചോരയെ തിരിച്ചറിയുന്നു. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നു. ഇനി ഇവർ ഒരുമിച്ചായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരു ഇതും കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ ഒരു ടൈലൻഡ് മെയിനായിട്ട് വരുന്നത്. തൻ്റെ മുത്തച്ഛനായ മാമ്പ്രക്കൽ അഹമ്മദ് അലിയെ ആദ്യമായിട്ടാണ് അമീർ അലി കാണുന്നത്. സോ 16-ാം വയസ്സിൽ തന്നെ തൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു എന്ന് ഓൾറെഡി രഞ്ജി പണിക്കറിൻ്റെ ക്യാരക്ടറായി യൂനുസ് അലി പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഒബ്വിയസ്ലി അമീർ അലി ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഓൾറെഡി തൻ്റെ മുത്തച്ഛൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഓർക്കുമ്പോഴാണ് കാണുന്നത് അവിടെ രാജാവിൻ്റെ മകനിലെ ആ ഒരു ലുക്ക് വെച്ചിട്ടുള്ള ഒരു AI ഫോട്ടോ ആണ് കാണുന്നത്. ആൻഡ് അവിടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സീനുണ്ടല്ലോ, മറ്റേ ചായപ്പൊടിയുടെ, അത് കഴിഞ്ഞിട്ട് വരുന്ന സെയിം സീക്വൻസ് തന്നെയായിരുന്നു അത്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ വർഷം ബബ്ബബ്ബ ഇറങ്ങിയപ്പോൾ അതിനകത്തും നമ്മൾ ഇതുപോലെ ഏട്ടൻ്റെ ഒരു പഴയ ലുക്ക് വെച്ചിട്ടുള്ള ഒരു എഡിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഫോട്ടോ ഫ്രെയിം. അത് തന്നെ ഇവിടെയും വന്നിരിക്കുകയാണ്. സോ നമ്മളിനി സെക്കൻഡ് പാർട്ടായ ലെഗസിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഏട്ടൻ്റെ പല പാസ്റ്റ് കാണാൻ സാധിച്ചിരിക്കും. നമുക്കറിയാം എമ്പുരാനും എൻഡ് ചെയ്തത് ആ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ പാസ്റ്റ് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയും ഒരു പാസ്റ്റ് സെക്കൻഡ് പാർട്ടി വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. സോ പ്രണവ് തന്നെ അത് ചെയ്യുമോ, അതോ AI വെച്ചിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു വേർഷൻ ആയിരിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം AI ഇപ്പോൾ അത്രത്തോളം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ മേ ബി AI വെച്ചിട്ടുള്ളൊരു ഹോൾ വേർഷൻ കുറച്ച് ഫ്ലാഷ് ബാക്ക് കട്ട് ആൻഡ് പീസായിട്ട് കണ്ടേക്കാം. അല്ലെങ്കിൽ പ്രണവിനെ കൊണ്ടുവന്നിട്ട് എമ്പുരാന് ശേഷം അസ്രയിൽ ചെയ്യാൻ പോകുന്ന പോലെ കൊണ്ടുവരാം. അപ്പോൾ രണ്ടിലും ഒരുപോലെ ആവില്ല എന്ന് ചോദിക്കാം. ആക്ച്വലി ഈ ഒരു സീൻ എടുത്താലും എമ്പുരാൻ അല്ലെങ്കിൽ ലൂസിയുടെ ഒക്കെ ആ ഒരു ടൈലൻഡ് സീൻസും എല്ലാമായിട്ട് കണക്ട് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. സോ ഈ ഒരു സംഭവം പ്രണവിനെ കൊണ്ടുവരുന്നത് പോസിബിൾ ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലാഷ് ബാക്ക് ജസ്റ്റ് പറഞ്ഞു പോകുന്നതാവാം. ഈ ഒരു സിനിമയിലും അഹമ്മദ് അലി ആരാന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നില്ല. സോ അത് തന്നെ ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിനും കൊണ്ടുവന്നേക്കാം. അപ്പോൾ നേരത്തെ നമ്മളെല്ലാവരും വിചാരിച്ചത് അഹമ്മദ് അലി ഇതിൽ മരിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ പാസ്റ്റിലെ കഥയായിരിക്കും എന്നാണ്. പക്ഷേ സിനിമയുടെ ടൈലൻഡ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലായി അങ്ങനെയൊന്നുമല്ല. ഫ്യൂച്ചറിലെ കഥയാണ് വരാൻ പോകുന്നത്. ഫ്യൂച്ചറിൽ ഒരുപാട് പുതിയ ശത്രുക്കളെ നേരിടാൻ. കാരണം മാമ്പ്രക്കൽ അഹമ്മദ് അലി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അയാൾക്ക് അത്രത്തോളം ശത്രുക്കൾ ലോകത്തിലുടനീളമുണ്ട്. സോ അവരെ നേരിടാൻ മുത്തശ്ശനും കൊച്ചുമോനും കൂടെ പോകുന്ന കഥയായിരിക്കണം ലെഗസി എന്ന സെക്കൻഡ് പാർട്ടിൽ വരാൻ പോകുന്നത്. ഇതിനിടയിൽ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബിഗ് കെമിയാണ് ടൊവിനോയുടേത്. സോ ഇവരുടെ കൂട്ടത്തിലല്ല മറ്റൊരിടത്താണ് ടൊവിനോയെ കാണുന്നത്. സിനിമയുടെ അവസാനം മെയിൻ വില്ലൻസ് ആയിട്ടുണ്ടായിരുന്ന രാഘവനെയും രാഘവൻ്റെ മോനായ വിനായകനെയും അമീർ അലി കൊല്ലാതെ വിടുന്നുണ്ട്. പക്ഷേ ഈ ഒരു സീനിൽ അഹമ്മദ് അലി പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ വിടരുത്, അങ്ങനെ വിടുന്നവരായിരിക്കും പിന്നീട് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്, അതുകൊണ്ട് അവരെയും തീർക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ തീർക്കാൻ വേണ്ടിയാണ് ടൊവിനോയുടെ ക്യാരക്ടർ വിട്ടത്. സോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ടൊവിനോ അഹമ്മദ് അലിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന വിശ്വസ്തനായ ഒരു കൊലയാളി അല്ലെങ്കിൽ ഒരു അസാസിൻ ആ ഒരു രീതിയിലാണെന്നുള്ളത്.
ഇവിടെ വരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ നമുക്കറിയാം, ഈ 3 പേര് മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ, ഇവർ 3 പേരുമാണ് ലൂസിഫർ എമ്പുരാനിലുണ്ടായിരുന്നത്. അതേ ഡൈനാമിക് ഇവിടെ തിരിച്ചു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി. അതായത് അവിടെ ബ്ലഡ് റിലേഷനുള്ള ടൊവിനോ ആണെങ്കിൽ ഇവിടെ അത് പൃഥ്വിരാജാണ്. അവിടെ മെയിൻ ക്യാരക്ടറിന് വേണ്ടി നിൽക്കുന്ന ഒരു ബ്രദറിനെ പോലെ നിൽക്കുന്ന ഒരു അസാസിൻ അല്ലെങ്കിൽ ആ ഒരു ഹൈ ലെവൽ ടാക്ടീഷ്യനായിട്ടുള്ളത് പൃഥ്വിരാജ് ആണെങ്കിൽ ഇവിടെ അത് ടൊവിനോ ആണ്. ഒന്ന് തലതിരിച്ച് വെച്ചേ. കുറച്ച് നേരെ ഉണ്ടെങ്കിൽ ലൈക്ക് വിതിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ടൊവിനോയുടെ ക്യാരക്ടർ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. ഇത് ആനിമലിൽ ഏറ്റവും അവസാനം രൺബീർ കപൂറിൻ്റെ അസീസ് വരത്തില്ലേ, അതിൻ്റെയൊക്കെ ആയിട്ടൊരു സിമിലാരിറ്റി തോന്നി. പിന്നെ ഈ ലുക്ക് എന്ന് പറയുന്നത് എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്, അത് ടൊവിനോ നസ്രിയാണ്. അപ്പോൾ അതിലെ ലുക്കാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആ ലുക്ക് ഇതിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നി. ഇപ്പോൾ മോഹൻലാലിൻ്റെ ലുക്ക് കുറേ പേര് ട്രോൾസൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ടൊവിനോയുടെ ലുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ആ ഒരു ക്യാരക്ടറിന് ചേരുന്നുണ്ടായിരുന്നു. അവൻ ഭയങ്കര ഫൈറ്റ് ഒന്നും കാണിക്കുന്നില്ല. ഫൈറ്റ് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇവരെ വെടിവെച്ച് കൊല്ലുന്ന പോലെയൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ്. വളരെ കുറച്ച് നേരെ ഉള്ളെങ്കിലും അത്രത്തോളം ഇമ്പാക്റ്റ് എന്നൊരു ക്യാരക്ടറായിരുന്നു. സോ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ടൊവിനോയ്ക്ക് കൂടുതൽ ഫോക്കസ് കിട്ടി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സെക്കൻഡ് പാർട്ടിൽ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കും. ഒരുപാട് സിനിമകൾ ടൈലൻഡിൽ സെക്കൻഡ് പാർട്ട് വരുമെന്ന് കാണിച്ചിട്ട് പിന്നൊന്നും ആവാതെ പോയിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ ഇവിടെ ഇവർ ഒഫീഷ്യലി സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഒരു ഇവൻറ്റിലൂടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതായത് സിനിമ ഇറങ്ങിയ ഫസ്റ്റ് ഡേ വൈകിട്ട് തന്നെ ഒരു ഇവൻറ്റ് നടത്തി ഖലീഫ ദ ലെഗസി എന്ന് പറഞ്ഞ സെക്കൻഡ് പാർട്ട് ഒരു ഒഫീഷ്യൽ അനൗൺസ് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടു. അതിൻ്റെ കൂടെ തന്നെ ടൊവിനോയുടെ ഒരു പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട്. സോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തംബ്നെയിൽ ഇത് ഉൾപ്പെടുത്താനുള്ളൊരു കാരണം ഇത് ഒഫീഷ്യൽ ടീം പുറത്തുവിട്ടുണ്ട്. കുറേ പേര് ഇത് സ്പോയിൽ അവരുടെ എക്സ്പീരിയൻസ് പോയി, പക്ഷേ ഒഫീഷ്യൽ ടീം തന്നെ അതാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് നമ്മൾ ഈ ഒരു ഇൻഫോർമേഷൻ അറിയണം. അതിലൂടെ ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാനായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നുള്ള അഷുറൻസ് തരാൻ വേണ്ടിയിട്ടായിരിക്കാം ഇപ്പം തന്നെ അങ്ങനെ ചെയ്തത്. സോ അങ്ങനെ അവർ വിട്ടിട്ടുള്ള ഒഫീഷ്യൽ പിക്സ് മാത്രമേ നമ്മൾ തംബ്നെയിലിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്കും അറിയാം ലോങ് വീഡിയോസിൽ ഇതുപോലെ തംബ്നെയിലൊക്കെ സ്പോയിലർ ഇടുന്നത് ഒരുപാട് പേർക്ക് സ്പോയിൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണെന്നുള്ളത്. പക്ഷേ ഒഫീഷ്യൽ ടീം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും സ്പോയിലർ അല്ല. അവരവരുടെ സൈഡിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഓഡിയൻസും അറിയണമെന്ന് പബ്ലിക്കിനെ അറിയണമെന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത്. സോ അതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്തത്. ഇത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി. നമ്മൾ നേരത്തെ ദൃശ്യം 4ൻ്റെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ദൃശ്യം 3യുടെ കഥ പറയുന്നു. പക്ഷേ നമുക്കറിയാം 3യുടെ കഥ പറയാതെ 4 പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും. ഇവിടെ ഒഫീഷ്യലി അവർ പുറത്ത് വിട്ടുകൊണ്ട് മാത്രമാണ് തമ്മിൽ നമ്മൾ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ തമ്മിൽ ഒരിക്കലും നമ്മൾ ഈ ഇമേജസ് യൂസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഖലീഫ പാർട്ട് 1 ദ റൂറൽ സിനിമയെക്കുറിച്ചും സിനിമയുടെ എൻഡിങ്ങിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 2-ൽ അതായത് ദ ലെഗസിയിൽ വരാൻ പോകുന്ന കഥ എന്തായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും ഫാൻ തിയറീസ് ഉണ്ടോ? അതുപോലെ ഈ സിനിമയിൽ എന്തെങ്കിലും വിട്ടുപോയ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ? ഇതെല്ലാം കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഹെൽത്തി ഡിസ്കഷൻസുമായി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ സിനിമ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കണ്ടുപിടുന്നവരേക്കും ബൈ ബൈ.